Hi dear students, good morning. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അസൈൻമെൻറ്റ് മോഡൽസിനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ടേഷൻ മോഡൽ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അസൈൻമെൻറ്റ് മോഡലാണ്. എന്താണ് അസൈൻമെൻറ്റ് മോഡൽ എന്ന് നോക്കാം. The assignment method is used to determine what resources are assigned to which department. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ പഠിച്ച പോലെ തന്നെ കോളംസും റോയുമായിട്ടുള്ള ടേബിളാണ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നു കഴിയുമ്പോൾ അതിൽ നമുക്കറിയാം, മുകളിൽ സോഴ്സ് ആണെങ്കിൽ സൈഡിൽ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഡിമാൻഡ്, അങ്ങനെയാണ് എഴുതുക. അങ്ങനെ സമയത്ത് എഴുതുമ്പോൾ മുകളിലെ സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റും റിസോഴ്സും താഴത്തതിൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് രണ്ട് സൈഡിൽ എഴുതുകയാണെങ്കിൽ അത് എങ്ങനെ അസൈൻ ചെയ്തിരിക്കുന്നു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് ഏത് റിസോഴ്സ് ആണ് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ചെക്ക് ചെയ്ത് അതിൽ നിന്നും മിനിമം കോസ്റ്റ് കണ്ടെത്തുന്ന രീതിയാണ് അസൈൻമെൻറ്റ് മോഡൽ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനൊരു ടേബിൾ വരച്ചു. മുകളിൽ പേഴ്സൺ എ ബി സി കൊടുത്തു, ഈ സൈഡിൽ ജോബ് എ ബി സി ആണ് പേഴ്സൺ കൊടുത്തത്. അപ്പോൾ ഇവിടെ ജോബ് 1 2 3 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ഈ പേഴ്സൺ എ എന്ന് പറയുന്നത് ജോബ് 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ള അസൈൻ ചെയ്തതെന്ന് മനസ്സിലാവില്ല. ഏതാണെന്ന് അസൈൻ ചെയ്തത് എന്ന് അങ്ങനെ അസൈൻ ചെയ്തുകൊണ്ട് മിനിമം കോസ്റ്റ് കണ്ടെത്തുന്ന രീതിയാണ് അസൈൻമെൻറ്റ് മോഡൽ. അതുപോലെ തന്നെ പേഴ്സൺ ബി, അത് ജോബ് 1 2 3 ഉണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് പേഴ്സണ് ഏത് ജോബ് ആണ് അസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മിനിമം കോസ്റ്റ് കാണുന്ന രീതിയാണ് അസൈൻമെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ അസൈൻമെൻറ്റ് മോഡലിൽ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കോമൺ ആയിട്ടൊരു അസൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുമ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡ് ഹംഗേറിയൻ മെത്തേഡാണ്. അതടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഹംഗേറിയൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അസൈൻമെൻറ്റ് മോഡൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ പറയുന്നത്, അസൈൻമെൻറ്റ് മോഡൽ ചെയ്യുമ്പോൾ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമൊക്കെ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പഠിച്ചതാണ്. അസൈൻമെൻറ്റ് മോഡൽ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. റോയും കോളും, അല്ലെങ്കിൽ റിസോഴ്സും ഡിപ്പാർട്ട്മെൻറ്റും, അല്ലെങ്കിൽ സോഴ്സും ഡെസ്റ്റിനേഷനും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ ബാലൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാൻ ഈ എഴുതിയൊരു എക്സാമ്പിൾ, പേഴ്സൺസ് എ ബി സി, ജോബ് 1 2 3, അവിടെ നമ്പർ ഓഫ് പേഴ്സൺസും നമ്പർ ഓഫ് ജോബ്സും ഈക്വലാണ്. കാരണം നമുക്ക് അസൈൻ ചെയ്യുമ്പോൾ എന്താണ്, രണ്ടും ഈക്വലായിട്ട് കാണും. ആ ഈക്വൽ ആണെങ്കിലാണ് ഇത് ബാലൻസ്ഡ് ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ പ്രകാരം അത് ബാലൻസ്ഡ് ആണ്. അപ്പോൾ അതാണ് ബാലൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം എന്നുള്ളത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്. അസൈൻമെൻറ്റ് മെത്തഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വാട്ട് റിസോഴ്സസ് ആർ അസൈൻഡ് ടു വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, മെഷീൻ ഓർ സെൻറ്റർ ഓഫ് ഓപ്പറേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. The goal is to assign resources in such a way to enhance production efficiency, control cost and maximize profit. എന്താണ്, ലാഭം കൂട്ടാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും ഈ അസൈൻമെൻറ്റ് മോഡൽ കൊണ്ട് കഴിയും. അപ്പോൾ അസൈൻമെൻറ്റ് മോഡലിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എഫിഷ്യൻസി, പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻസി, കോസ്റ്റ് കൺട്രോളിങ്, മാക്സിമൈസ് പ്രോഫിറ്റ്, ഈ മൂന്നും ക്വാളിറ്റികളും ഡെവലപ്പ് ചെയ്യാൻ അസൈൻമെൻറ്റ് മോഡൽ കൊണ്ട് കഴിയും. Assignment problem is a special type of linear programming problem which deals with the allocation of a various resource to the various activities on one-to-one basis. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ വേറെ രീതിയിൽ പറഞ്ഞെന്നുള്ളൂ. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. നമ്മൾ പഠിക്കുന്ന എല്ലാം തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്നാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം, അസൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. വാരിയസ് റിസോഴ്സസിനുള്ള വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയെന്നുള്ള രീതിയിലുള്ള ബേസ് ചെയ്തുകൊണ്ടാണ് ഇതുള്ളത്. It does it such a way that the cost or time involved in the process
മിനിമം ആൻഡ് പ്രോഫിറ്റ് ഓഫ് സ്കെയിൽ ഇസ് മാക്സിമം. ടൈം മിനിമവും പ്രോഫിറ്റ് മാക്സിമമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇൻ എ ഫാക്ടറി എ സൂപ്പർവൈസർ മേ ഹാവ് 6 വർക്കേഴ്സ് അവൈലബിൾ ആൻഡ് 6 ജോബ് ടു ഫയർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർവൈസർ, ഒരു ഫാക്ടറിയിലെ സൂപ്പർവൈസർ എന്താണ് അതിൽ സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ 6 വർക്കേഴ്സ്, 6 വർക്കേഴ്സും 6 ജോബ് ഫയറും ഉണ്ട്. ഹി വിൽ ഹാവ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് വിച്ച് ജോബ് ഷുഡ് ബി ഗിവൻ ടു വിച്ച് വർക്ക്. ഏത് ജോബ് ഏത് വർക്കറിന് കൊടുക്കണമെന്ന് സൂപ്പർവൈസറിന് തീരുമാനിക്കാം. ദ പ്രോബ്ലം ഫോംസ് 1-to-1 ബേസിസ്. ഒരാൾക്ക് 1 എന്നുള്ള കണക്കിലാണ് ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക. ദിസ് ഈസ് ആൻ അസൈൻമെൻറ്റ്. അതുമാണ് അതിന് പേര് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്നുള്ള പേര് വരാൻ കാരണം. ഒരാൾക്ക് 1, അല്ലാതെ ഒരാൾക്ക് അങ്ങനത്തെ ഏതെങ്കിലും എന്നുള്ള രൂപത്തിലല്ല, ഇന്ന വർക്കർക്ക് ഇന്ന ജോബ് അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ആ പ്രോബ്ലത്തിനെ അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത്ര മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ വരച്ച് കാണിച്ചല്ലോ, പേഴ്സൺ ജോബ്, അതും കൂടി നോട്ട്സ് എഴുതുമ്പോൾ അതുകൂടി ഇതിന് താഴെ എഴുതാം. അപ്പോൾ ഇതാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ പഠിക്കാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.